എല്ലാവർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. കഷ്ടകാല സമയത്ത് അരഞ്ഞാണ ചരടും മൂർഖനായി മാറും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അല്ലെങ്കിൽ കഷ്ടകാലം പിടിച്ചവൻ തലമുട്ടയടിച്ചാൽ കല്ലുമഴ പെയ്യും എന്നൊരു പഴഞ്ചൊല്ലും കൂടെ ഉണ്ട്. അതും അല്ലെങ്കിൽ തൊട്ടിലിൻ്റെ കയറ് പോലും കഷ്ടകാല സമയത്ത് പാമ്പായിട്ട് വരുമെന്നൊരു ചൊല്ലുണ്ട്. ഈ പഴഞ്ചൊല്ലൊക്കെ ഇപ്പോൾ ഓർക്കാൻ കാര്യം നമ്മുടെ ഹാരിസ് ഡോക്ടറുടെ ഒരവസ്ഥ ഓർത്തിട്ടാണ്. ഹാരിസ് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത കൊണ്ട് അവിടുത്തെ ഈ മെഡിക്കൽ കോളേജിലെ ചില പ്രശ്നങ്ങളിങ്ങനെ വെളിച്ചത്ത് കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ അത് വെളിച്ചത്ത് കൊണ്ടുവന്ന സമയത്ത് സർക്കാരിനൊരു ഒരു ജാള്യത ഉണ്ടായെങ്കിലും ഹാരിസ് ഡോക്ടർ മഹാനാണ്, പുണ്യവാളനാണ്, ഒരു നല്ല ഡോക്ടറാണ്, പിന്നെ കൈക്കൂലി വാങ്ങാതെയൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ വകുപ്പ് മന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ രംഗത്ത് വന്നു. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പം ഹാരിസിനെതിരെ നിരവധി കുറ്റങ്ങൾ ചാർത്തി ഒരു മെമ്മോ കൊടുത്തിരിക്കുകയാണ്. അതായത് ഹാരിസ് ഡോക്ടറുടെ പുറത്ത് മോഷണക്കുറ്റം വരെ ചാരിയിട്ടുണ്ട് പിന്നെ വകുപ്പ് മന്ത്രി. അവിടെ എത്രയോ ലക്ഷം രൂപ വിലയുള്ള ഒരു ഉപകരണത്തിൻ്റെ പാർട്സുകൾ ഈ ഡോക്ടർ അടിച്ചു മാറ്റിയെന്ന് വരെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പണി കൊടുക്കാനായിട്ടുള്ള മറ്റായുധങ്ങളിങ്ങനെ ആലയിൽ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ. അദ്ദേഹം ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു കുടുംബമാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിനെ വേട്ടയാടാനായിട്ട് ഇങ്ങനെ ഇവർ നടക്കുക. അതായത് സർക്കാരിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വേട്ടയാടി നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ഒരു നയം. അതനുസരിച്ചാണ് ഈ ഡോക്ടർക്കെതിരെ കുറ്റം ചാർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു കാർട്ടൂണാണ് നമ്മൾ ഇനിയിപ്പോൾ ഈ ഡോക്ടർക്ക് എതിരെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തള്ളയിട്ടത് ഈ ഡോക്ടർ ഹാരിസ് ആണെന്ന് മാത്രമേ ഇനി പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ ഡോക്ടറുടെ ഈ നിസ്സഹായാവസ്ഥയിൽ പറ്റിയുള്ളൊരു കാർട്ടൂണാണ് ഞാൻ വരയ്ക്കുന്നത്. അതായത് കഷ്ടകാല സമയത്ത് ഈ ഡോക്ടർ ഹാരിസിനുണ്ടായ ഒരു അവസ്ഥ, ഏതും പാമ്പായിട്ട് വരാം, കഷ്ടകാല സമയത്ത് ഏതും പാമ്പായിട്ട് വരാമെന്നുള്ള ഒരു പഴഞ്ചൊല്ലിനെ ആധാരമാക്കി വരയ്ക്കുന്ന ഈ കാർട്ടൂണാണ്. നിങ്ങൾ കണ്ടു നോക്കുക. എല്ലാവരെയും ഈ കാർട്ടൂണിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വരയിലോട്ട് കിടക്കാം.